ഞാനിന്നൊരു ഡേറ്റിന് പോവാണ് കേട്ടോ. ഹലോ ലിറ്റിൽ മോൺസ്റ്റേഴ്സ്, എന്തൊക്കെ ഉണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണം വിചാരിക്കണം കേട്ടോ. അപ്പോൾ യെസ്, ഞാൻ ഇന്നൊരു ഡേറ്റിന് പോവാണ്. ആരായിട്ടാണെന്നല്ലേ അത് ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ. ഞാൻ ഇവിടെ ഈ തൊട്ടടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ. ഞാൻ ആക്ച്വലി പാൻറ്റൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടാണ് വിചാരിച്ചത് ഇത് നീളം തികയാത്ത പാൻറ്റാണല്ലോ എന്ന്. ശരിക്കും വെള്ളപ്പൊക്കത്തിൽ നിൽക്കുന്ന പോലെ ഉണ്ട്. ഹീലും കൂടി ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകുമ്പോൾ ഒരു വെള്ളത്തിപ്പൊക്കത്തിൽ നിൽക്കുന്ന ഒരവസ്ഥയിലാണ്. അങ്ങനെ പിന്നെ കിങ്സ് പാർക്ക് എന്ന് പറയുന്ന ഒരു പുതിയ കടയുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ മലയാളികളുടെ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അവിടെയാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഇരുന്നിട്ട് മെനു ഒക്കെ നോക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ആരായിട്ടാണ് ഞാൻ ഡേറ്റിന് വന്നതെന്ന് പറഞ്ഞാൽ ഞാനായിട്ട് തന്നെയാണ്. ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഒരു ഡേറ്റ് കൊടുത്തായിരുന്നു, ലൈക്ക് സോളോ ഡേറ്റ്. എന്നിട്ട് കുറേ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ എനിക്കിവിടെ നല്ല പാട്ടുകളുണ്ടായിരുന്നു കേട്ടോ. ഇവരുടെ പ്ലേലിസ്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാൻ അങ്ങനെ പിന്നെ ഓർഡർ ചെയ്തിട്ടായിരുന്നു കേട്ടോ. മുളകിട്ട് വറ്റിച്ച ചിക്കൻ കറിയും പിന്നെ പൊറോട്ട ആയിരുന്നു കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെയായിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഇങ്ങനെ നല്ല നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഔട്ട്ഡോർ പോലെ തോന്നും, പക്ഷേ ആക്ച്വലി ഇൻഡോർ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ മഴ പെയ്യുമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ മുകളിലോട്ട് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായതല്ല, ഇത് ഔട്ട്ഡോർ അല്ല ഇൻഡോർ തന്നെയാണെന്ന്. പിന്നെ എനിക്ക് എങ്ങനെ ഞാൻ റെഡിയായത് അത്രയ്ക്ക് ഞാൻ റെഡിയായി പോകാമെന്ന് വിചാരിച്ചുകൊണ്ടൊന്നും പോയതൊന്നും അല്ല കേട്ടോ. പക്ഷെ എനിക്ക് ഒന്ന് റെഡിയായി ഇറങ്ങിക്കഴിഞ്ഞ് ഞാൻ കുറച്ചൊന്ന് ഹാപ്പി ആവും. അതുകൊണ്ട് ഞാൻ അങ്ങനെ റെഡിയായിട്ട് ഇറങ്ങി പോയതാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ എനിക്ക് ഏകദേശം ജോലിയൊക്കെ ചെയ്തതാണോ എന്ന് അറിയില്ല. മോസ്റ്റ്ലി എനിക്ക് രാത്രികളാണ് ഇപ്പോൾ പകലുകളാണ് ഇപ്പോൾ രാത്രി. അപ്പോൾ ഇവരൊക്കെ നാട്ടിൽ പോണ കാര്യം പറയുമ്പോഴൊക്കെ പറയും ചിലപ്പോൾ നാട്ടിൽ പോയി കഴിയുമ്പോൾ ശരിയാവുമായിരിക്കും, കാരണം നിനക്ക് അവിടുത്തെ ടൈമായിട്ടാണല്ലോ സെറ്റെന്ന് കേട്ടോ. സംഭവം എനിക്ക് മോസ്റ്റ്ലി നൈറ്റ് ഷിഫ്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ രാവിലത്തെ ഷിഫ്റ്റ് കഴിഞ്ഞാൽ തളർന്നു നടന്നുറങ്ങും അങ്ങനെ. അപ്പം ഞാൻ മോസ്റ്റ്ലി എനിക്ക് എൻ്റെ കൂടെ ഉള്ളവരെ തന്നെ ഞാൻ കാണാറില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിന് ഞാൻ ഇറങ്ങാൻ നേരത്തെ എൻ്റെ കൂടെ ഉള്ളവരങ്ങ് ഉറങ്ങിയായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് പക്ഷേ കഴിഞ്ഞ ആഴ്ച ഫുൾ ഇങ്ങനെ നൈറ്റ് ഷിഫ്റ്റ്, ഡേ ഷിഫ്റ്റ് അങ്ങനെ പല ഷിഫ്റ്റുകളായിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഉറക്കം ഒന്നും ഇങ്ങുമായിട്ട് ശരിയായില്ല കേട്ടോ. പക്ഷേ ഇത് ഒത്തിരി സമയമൊന്നും ആയിട്ടില്ല, ഇത് 7:30 ആയിട്ടുള്ളൂ. ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് തന്നെ അല്ല, ഇപ്പോൾ പെട്ടെന്നാണല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് 7:30 ആകുമ്പോഴേ വിശക്കും. ഞാനപ്പോൾ ഇങ്ങനെ 7:30 ഇറങ്ങി പോയതായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഓർത്തു ഞാൻ ആദ്യം തനിയെ വന്നൊന്ന് കഴിച്ചു നോക്കാം. എന്നിട്ട് ഞാൻ നാട്ടിൽ പോകുന്നതിന് മുന്നേ എല്ലാവരും കൂടെ ആയിട്ട് ഒരു ടേബിളും കൂടെ ബുക്ക് ചെയ്തിട്ട് എല്ലാവർക്കും കൂടെ വന്ന് കഴിക്കാനും വിചാരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ എനിക്കത് കഴിച്ചിട്ട് എനിക്കൊരു മീനിൻ്റെ കറി പ്ലസ് അങ്ങനെ എന്തൊക്കെയോ ആയിട്ടാണ് കേട്ടോ തോന്നിയത്. ഞാൻ മീനും തമ്മിൽ ഒരു ബന്ധമില്ല, പക്ഷെ ഞാൻ കഴിക്കുന്ന സാധനങ്ങൾക്കെല്ലാം മീനിൻ്റെ ടേസ്റ്റാണ്. എന്താ ചെയ്യുക, അതൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞാൻ വീട്ടിൽ പോകുന്നു കേട്ടോ. അപ്പോൾ ശരി, എന്തായാലും ടാറ്റാ ബൈ ബൈ, സീ യു.